നമുക്കറിയാം, ഇടക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് അവൻ സെമിനാരിൽ നിന്ന് ചാടിയതാണ് എന്നൊരു പ്രയോഗം. അങ്ങനെയല്ല, ചിലപ്പോഴൊക്കെ അല്പം സ്വല്പം കളിയാക്കിയൊക്കെ പറയാറുണ്ടല്ലോ, നേർച്ചക്കോഴി കണക്കാണ് മക്കളെ സെമിനാരിയിലൊക്കെ വിടുന്നതെന്നൊക്കെ. അതായത് ഈ ജീവിതത്തിൻ്റെ അന്തസ്സ് മനസ്സിലാക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് സെമിനാരിയിൽ പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഒരു നീലിംഗ് മദർ ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാരി വരുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പിൻബലം ഉണ്ടാവണമെന്നുള്ള ഒരു സംസാരം പൊതുവേ ഉണ്ട്. ഒരു അപ്പനും അമ്മയ്ക്കും വിശ്വാസികളായിട്ടുള്ളൊരു മാതാപിതാക്കൾ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും അവരെ ബലിയിൽ ഓർക്കുന്ന മക്കളുണ്ടാവുക എന്ന് പറയുന്നത് എത്രയോ ഒരു വലിയ പുണ്യമാണ്. ചിലരെങ്കിലൊക്കെ ചിലപ്പോൾ അത്ഭുതത്തോടെ പറയാറുണ്ട്, 11 വർഷത്തെ പരിശീലനം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാലഘട്ടമല്ലേ. പ്രത്യേകിച്ചും ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണെന്ന് വേണേൽ പറയാം. എന്തിനാണ് അത്രയും നീണ്ട ഒരു കാലഘട്ടത്തെ പരിശീലനം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ അടുത്ത നാൾ സെമിനാരിൽ നിന്ന് ഒരു കുഞ്ഞ് പോയപ്പോൾ എന്നോട് അവൻ പറഞ്ഞ കാര്യം, അച്ഛൻ എനിക്കൊരു മൊബൈൽ അഡിക്ഷൻ പോലെയായിരുന്നു. ഒരു ദിവസം ഞാൻ ഓൾമോസ്റ്റ് ഒരു 9 മണിക്കൂർ വരെയൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അവധിക്ക് പോകുമ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഞാൻ പരിശീലിച്ചു എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി. നമ്മളിന്ന് പ്രധാനമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ സെമിനാരിയിൽ വരുന്ന കുഞ്ഞുങ്ങളും അവരുടെ കുടുംബാന്തരീക്ഷവും അവരോട് ബന്ധപ്പെട്ട പരിശീലനത്തിൻ്റെ കാലഘട്ടങ്ങളുമൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പൊതുവേ ഇന്ന് സെമിനാരി വരുന്ന കുഞ്ഞുങ്ങളെ പറ്റി പറയുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ അവർ ജയിലിൽ വരുന്നു, അല്ലെങ്കിൽ അവരെ വല്ലാതെ നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെടുന്നു എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണുള്ളത്. കഴിഞ്ഞ ഏതാനും നാളുകളായി വൈദിക പരിശീലനത്തിൽ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, വൈദിക പരിശീലനത്തിൽ ഏർപ്പെടുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനവും പലതരത്തിലുള്ള ചിന്താഗതിയോടും കൺഫ്യൂഷനോടെയുമാണ് വരുന്നതെങ്കിൽ കൂടി ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ വൈദിക പരിശീലനത്തിൽ മുന്നോട്ട് പോകുന്നതും അതിനെപ്പറ്റി നല്ലത് പറയുന്നതും ഒരുപാട് തവണ കേൾക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സന്തോഷമാണ്. ആർക്കൊക്കെയാണ് സെമിനാരിയിലൊക്കെ ചേരാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, +2 കഴിഞ്ഞ കുട്ടികൾ ഒക്കെയാണ് സെമിനാരിയിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അതിലുപരി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വൈദിക ജീവിതത്തോടുള്ള ഒരു സ്വല്പമെങ്കിലും ഇഷ്ടം അതിൻ്റെ പിന്നിലുണ്ടാവണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെമിനാരിയിൽ വന്നു കഴിയുമ്പോൾ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം, ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നാട്ടിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ചില മാതാപിതാക്കൾ വൈദിക ജീവിതത്തിൻ്റെ മഹത്വത്തെ പറ്റി തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം, വൈദികരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, തങ്ങളുടെ മക്കളൊക്കെ വൈദികരാവണമെന്ന് ആഗ്രഹിക്കും. ചിലപ്പോൾ ചില മാതാപിതാക്കളൊക്കെ അത് നേർച്ച പോലെ കരുതുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ അല്പം സ്വല്പം കളിയാക്കിയൊക്കെ പറയാറുണ്ടല്ലോ, നേർച്ചക്കോഴി കണക്കാണ് മക്കളെ സെമിനാരിയിലൊക്കെ വിടുന്നതെന്നൊക്കെ. അത്തരം ഒരു പദപ്രയോഗത്തോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ കൂടിയും, കാരണം വൈദിക ജീവിതത്തിൻ്റെ അന്തസ്സ് മനസ്സിലാക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് സെമിനാരിയിൽ പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളുടെ ശരിതെറ്റുകളെ പറ്റി. പക്ഷെ സെമിനാരിയിൽ വന്നു കഴിയുമ്പോൾ പൊതുവെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള കൺഫ്യൂഷനുകളോ ചില പോരായ്മകളോ ഒക്കെ ചിന്തയിലോ ചിലപ്പോൾ ആഗ്രഹങ്ങളിലോ കുഞ്ഞുങ്ങൾക്കുണ്ടായേക്കാം. ചിലരൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു വന്നേക്കാം. ചിലരൊക്കെ ചിലപ്പോൾ ഒരു ഇതൊരു സ്റ്റാറ്റസിൻ്റെ ഭാഗമാണെന്ന് കരുതി വരുന്നവരും ഉണ്ടായിരിക്കാം. ചിലരെങ്കിലൊക്കെ സ്വല്പമൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് അവരുടെ ഭാവി ജീവിതത്തിൻ്റെ ഉപരിപഠനത്തിന് ഇതെങ്ങനെ സഹായകരമാകുമെന്ന് കരുതുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ മൈനസ് സെമിനാരി എന്ന് പറയുന്നത് ഒരു കരിയർ ഫോക്കസ്ഡ് സ്ഥലമല്ലല്ലോ. അതിലുപരിയായിട്ട് ഒരു വ്യക്തിയുടെ വൊക്കേഷണൽ ഡിസേൺമെൻറ്റ് അതിനുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ മൈനസ് സെമിനാരിയിൽ ഞങ്ങൾ 6 വൈദികരും പിന്നെ ഒരു റീജൻസി കാലഘട്ടത്തിലെത്തിയ ഒരു സെമിനാരിക്കാരനും പിന്നെ സഹോദരങ്ങളുമാണ്, കുട്ടികളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവരുടെ കൂടെ നടന്ന് പരിശീലനത്തെ പറ്റി തന്നെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ കാലത്തെ പരിശീലനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ വാക്കിംഗ് ടുഗെദർ വിത്ത് ദം. അവരുടെ കൂടെ നമ്മൾ നടക്കുകയാണ്.
എല്ലാ കാര്യങ്ങളിലും, രാവിലെയുള്ള പ്രാർത്ഥനയുടെ സമയത്തായാലും, ക്ലാസ്സുകളുടെ സമയത്തായാലും, കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യുന്ന സമയത്തായാലും, കുട്ടികളുടെ ഒപ്പം കളിക്കുന്ന സമയങ്ങളാണേലും, അപ്പോൾ അതിനുശേഷമുള്ള മറ്റ് പ്രാർത്ഥനയുടെ ദിവ്യകാരുണ്യ സമയത്തിൻ്റെ ഒക്കെ ഒരുപാട് മുഹൂർത്തങ്ങൾ എല്ലാ സമയത്തും ഞങ്ങളും കുട്ടികളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് പരിശീലനം. അതിനിടയിൽ അവർക്ക് വരുന്ന ചിലപ്പോൾ താല്പര്യക്കുറവുകൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ നല്ല തിരിച്ചറിവുകൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളവർ മനസ്സിലാക്കിയേക്കാം. ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ നിർബന്ധിച്ച് മരം കയറ്റുന്നതിലുപരി നമ്മൾ അവരും തമ്മിൽ സംസാരിക്കുകയും അവരുടെ കുടുംബവുമായി സംസാരിക്കുകയും അവർക്ക് അതിലുള്ള വ്യക്തിപരമായ അവരുടെ താല്പര്യങ്ങളെ മാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരാളെയും നിർബന്ധിച്ച് മുന്നോട്ട് വിടാതെ ഈശോയെ ഇഷ്ടപ്പെടുന്ന മക്കളെ കണ്ടെത്തി അവരെ പരിശീലിപ്പിച്ച് മുമ്പോട്ട് വിടുക എന്നുള്ളതാണ് മൈനസ് സെമിനാരി പരിശീലനം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് സെമിനാരിയിൽ വന്നിട്ട് തിരികെ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാം. നമുക്കറിയാം, എല്ലാ കുഞ്ഞുങ്ങളും 100% ഇഷ്ടത്തോടെയൊന്നും ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ സെമിനാരിയിൽ എത്തുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളുടെ ഉപദേശങ്ങളോ മറ്റു വൈദികരുടെ സാന്നിധ്യമോ ഒക്കെ അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവാം. സെമിനാരിയിൽ വരുമ്പോഴായിരിക്കും ഒരു പരിധിവരെ അവർക്ക് കുറേ കൂടി ഒരു വെളിച്ചവും തെളിച്ചവും ഈ കാര്യങ്ങളൊക്കെ കിട്ടുക. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സെമിനാരിയിൽ നിന്ന് ഒരു കുഞ്ഞ് തിരിച്ചറിയുകയാണ് ഇതെന്റെ ദൈവവിളിയല്ല, എനിക്ക് ഈ ഒരു ദൗത്യം മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു സെമിനാരികളിലും കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് നിർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ സെമിനാരിയിൽ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മളോ അവരും കൂടി ഇരുന്ന് സംസാരിച്ചൊരു വ്യക്തത വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ വീടുകളിലേക്ക് വെറുതെ ഇങ്ങനെ ചാടിപ്പോകുന്നു എന്നൊരു പ്രയോഗമല്ല. നമുക്കറിയാം, ഇടക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് അവൻ സെമിനാരിൽ നിന്ന് ചാടിയതാണ് എന്നൊരു പ്രയോഗം. അങ്ങനെയല്ല. കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ സെമിനാരിയിലേക്ക് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ വന്നത്, അതുപോലെ തന്നെ മാതാപിതാക്കളെ വിളിച്ച് ആ കുഞ്ഞു പോകുന്നതിൻ്റെ കാരണം അവരെ ബോധ്യപ്പെടുത്തി അവരോടൊപ്പമാണ്, സന്തോഷത്തോടെയാണ് കുഞ്ഞുങ്ങളെ യാത്രയാക്കുക. എന്നാൽ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സെമിനാരിയിൽ തിരിച്ചു വന്നവരെ പറ്റിയൊക്കെ ചില തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായേക്കാം. അത് സെമിനാരിയിൽ നിന്ന് പോന്നതാണ് എന്നുള്ളൊരു ധാരണകൾ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അവരും ശരിയായ തീരുമാനമെടുത്തവരാണ്. തങ്ങൾക്ക് ഈ ജീവിത വഴി മുമ്പോട്ട് പോകാൻ പറ്റിയാലെന്ന് അവർ കണ്ടെത്തുമ്പോൾ അവരെടുത്തത് ശരിയായ ഒരു തീരുമാനമല്ലേ? അപ്പോൾ നമ്മൾ അവരെ വേർതിരിച്ച് കാണേണ്ടതില്ല. അവർ ഉചിതമായ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തെ നമ്മൾ കൂടി അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ മിടുക്കന്മാരായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളത് ഒരുപാട് സെമിനാരിൽ നിന്ന് പോയ കുട്ടികളുടെ അനുഭവം എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം എന്താണെന്നറിയാവോ? പ്രത്യേകിച്ചും ഒരു കുട്ടി ഈ കാലഘട്ടത്തിൻ്റെ സ്വാധീനങ്ങൾ പെട്ടു വീഴാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് സെമിനാരി വരുന്നത്. 3 വർഷത്തെ ഒരു പരിശീലനം കൊണ്ട് തന്നെ വലിയ തോതിൽ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ അവരിൽ വന്നിട്ടുണ്ട്. മയക്കുമരുന്നിനോ കഞ്ചാവിനോ ഒക്കെ അടിമപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം കുഞ്ഞുങ്ങളിൽ രൂപപ്പെടും. അതോടൊപ്പം തന്നെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള, പഠിക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ ലഭിച്ചിട്ടുമുണ്ടാകും. അതുകൊണ്ട് അവരെ സൊസൈറ്റിയിൽ സെമിനാരിയിൽ നിന്ന് ചാടിയവർ എന്നുള്ളതിനെ കഴിഞ്ഞുപരി ദൈവവിളിയുടെ ശരിയായ തീരുമാനങ്ങൾ എടുത്ത കുഞ്ഞുങ്ങൾ എന്ന് നമ്മൾ കരുതേണ്ടത് പ്രധാനപ്പെട്ടതാണ്. സെമിനാരിയിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്താണ് ഒരു ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ, പൊതുവെ പറയാറുണ്ട്, സെമിനാരിൽ വരുന്ന ഒരു കുഞ്ഞിന് ഒരു നീലിംഗ് മദർ ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാരിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പിൻബലം ഉണ്ടാവണമെന്നുള്ള ഒരു സംസാരം പൊതുവേ ഉണ്ട്. അത് വലിയൊരു സത്യവുമാണ്. വൈദികരായിട്ടുള്ള ഭൂമിയിലുള്ള എല്ലാ വൈദികർക്കും പറയാനുണ്ടാവുക അതിനെ പിന്നെ പ്രാർത്ഥിച്ച അപ്പൻ്റെയോ അമ്മയുടെയോ കഥകളായിരിക്കും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ചെയ്യേണ്ടതും മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതുമായ ഏറ്റവും നല്ല കാര്യം, മക്കൾ സെമിനാരിയിൽ വരാൻ ആഗ്രഹം പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വൈദിക പരിശീലനത്തോട് അവർ സഹകരിക്കുക എന്നുള്ളതാണ്. അവധിക്കാലത്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഒരു വൈദിക ജീവിതത്തിൻ്റെ ക്രമത്തെ അവർ പാലിക്കുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുക. അവരോടൊപ്പം പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോകുക, അവരുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. ഇടവക വികാരിയച്ഛനോട് ചേർന്ന് എങ്ങനെ ഇടവകയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പങ്കാളികളാക്കാമെന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ വീട്ടിലായിരിക്കുമ്പോഴൊക്കെ ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗത്തിലേക്ക് പോകാതെ എങ്ങനെയാണ് ഇത് പക്വതയോടെ കൈകാര്യം അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുക.
അവർ വൈദികരാകാൻ പരിശീലിക്കുന്നവരാണെന്ന് ഓർമ്മപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക. അതിലുപരി അവരെ കൊണ്ട് കഴിവില്ല എന്ന് പറയാതെ, നിനക്കിത് ഒരിക്കലും ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞവരെ നിരുത്സാഹപ്പെടുത്താതെയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ധൈര്യം കൊടുക്കുക, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ എൻ്റെ ഈ കഴിഞ്ഞ നാളുകളിലെ കുഞ്ഞനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളിൽ അധികവും അമിതമായിട്ട് മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓവർ ഡിപ്പെൻഡൻസി പാരൻസിനോട് കുട്ടികൾക്കുണ്ട്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സെമിനാറിയുടെ ടൈം ടേബിളുകൾ കൃത്യമായിട്ട് അവർ പാലിക്കാനും, ഇടയ്ക്കൊക്കെ സെമിനാരിയിൽ വന്ന് അവിടെ ആത്മീയ ജീവിതത്തിന് ഉതകുന്ന മാത്രം സംസാരിക്കാനും, വീട്ടിലെല്ലാ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അതൊരു വലിയ ആകുലത ഉണ്ടാക്കും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ പറയണമെങ്കിൽ കൂടിയും അവിടെ ദൈവവിളിക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറയാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഒപ്പം കൂട്ടായിട്ട് കുടുംബം ഒന്നിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു ശീലം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മകനല്ലേ നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിലൊരു കുഞ്ഞ് സെമിനാരിൽ പോയി നിൽക്കുമ്പോൾ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിച്ച് രൂപപ്പെടുത്തിയ ഒരുപാട് നല്ല കുടുംബങ്ങളെ ഞങ്ങൾക്കറിയാം. അത്തരത്തിലുള്ളവരുടെയൊക്കെ വൈദിക ജീവിതവും വലിയ ശ്രേഷ്ഠമായിട്ട് ധന്യമായിട്ട് പോകുന്നത് ഞങ്ങൾ കാണാറുണ്ട്. ഒരു പ്രതിസന്ധിയോ പ്രതികൂല അവസ്ഥയോ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കാനൊന്നുമില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് എത്രയോ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ തിരിച്ചും വൈദികരായിട്ടുള്ള അച്ഛന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ദിവസവും മാതാപിതാക്കളെ ഞങ്ങൾ ബലിയിൽ ഓർക്കുമെന്ന്, വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത്. ഒരു അപ്പനും അമ്മയ്ക്കും വിശ്വാസികളായിട്ടുള്ളൊരു മാതാപിതാക്കൾ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും അവരെ ബലിയിൽ ഓർക്കുന്ന മക്കളുണ്ടാവുക എന്ന് പറയുന്നത് എത്രയോ ഒരു വലിയ പുണ്യമാണ്. സെമിനാരി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങൾ അല്പസ്വല്പം ആശങ്ക ഉണ്ടാക്കും എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പ്രത്യേകിച്ചും അവർ ഇത്രയും കാലം വളരെ സ്വാതന്ത്ര്യത്തോടെ, വേണമെങ്കിൽ എനിക്ക് പറയാം ഒരു തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുമൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി കുറേയും കൂടി ഒരു ചിട്ടയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ഒക്കെ വഴിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പമല്ല. പ്രത്യേകിച്ചും ഈ ജൻസി കാലഘട്ടത്തിൽ സെൽഫ് ഡിസിപ്ലിനൊക്കെ കുറഞ്ഞു എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സെമിനാരിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം. ചിലപ്പോഴൊക്കെ കുട്ടികൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സെമിനാരി വന്നാൽ ജീൻസ് ധരിക്കാൻ പറ്റിയല്ല, സെമിനാരി വന്നാൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റിയല്ല എന്നൊക്കെ. ഒരു സെമിനാരിക്കാരൻ്റെ വസ്ത്രം ഒരു എക്ലേസിയൽ സൈനാണ്. അവൻ ആരാകുന്നു, ആരായിത്തീരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സൂചന അതിലുണ്ട്. അതിനനുസരിച്ച് അവൻ്റെ ജീവിതക്രമം രൂപപ്പെടുത്തേണ്ടതും പ്രധാനപ്പെട്ടതാണ്. ചില കുഞ്ഞുങ്ങളൊക്കെ സെമിനാരി വരുമ്പോൾ പച്ചക്കറി ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. കുട്ടികളോട് പറയാറുണ്ട്, സാധിക്കുന്നിടത്തോളം നമ്മൾ പച്ചക്കറിയും നമുക്ക് നൽകപ്പെടുന്നതും ഒക്കെ നമ്മൾ ഭക്ഷിക്കണം. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന ഇടങ്ങൾ ഒരുപക്ഷെ എല്ലാ സമൃദ്ധിയുമുള്ള ഇടങ്ങളാവണമെന്ന് നിർബന്ധമില്ലല്ലോ. വൈദിക പരിശീലനത്തിനായി കടന്നു വരുന്ന ഒരു കുഞ്ഞനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു മാധ്യമങ്ങളുടെ സ്വാധീനം, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ സെമിനാരിയിൽ, പ്രത്യേകിച്ച് അതിന് സെമിനാരിൽ ആദ്യ വർഷങ്ങളിലൊന്നും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് അനുവദിക്കാറില്ല. ഞായറാഴ്ചകളിലൊക്കെ വീട്ടിലേക്ക് വിളിക്കാൻ അനുവദിക്കുമെങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി അവർക്ക് ഫോൺ ഉപയോഗിക്കാനൊന്നും സാധാരണ അനുവദിക്കാറില്ല. അതൊക്കെ കുട്ടികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന, ആദ്യകാലഘട്ടങ്ങളിലൊക്കെ ഇച്ചിരി പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ അടുത്ത നാൾ സെമിനാരിൽ നിന്ന് ഒരു കുഞ്ഞ് പോയപ്പോൾ എന്നോട് അവൻ പറഞ്ഞ കാര്യം, അച്ഛൻ എനിക്കൊരു മൊബൈൽ അഡിക്ഷൻ പോലെയായിരുന്നു. ഒരു ദിവസം ഞാൻ ഓൾമോസ്റ്റ് ഒരു 9 മണിക്കൂർ വരെയൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അവധിക്ക് പോകുമ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഞാൻ പരിശീലിച്ചു എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന അല്ലെങ്കിൽ മറ്റൊരു വെല്ലുവിളി എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു കൺഫ്യൂഷൻ. സെമിനാരി പരിശീലനത്തിലായിരിക്കുന്ന വൈദികർ ഇതിനൊക്കെ കുട്ടികളെ സഹായിക്കും. അവർക്ക് ശരിയായ ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിക്കാനായിട്ട് അവരുടെ കൂടെ നടക്കും. അതുകൊണ്ട് ആകുലപ്പെടേണ്ട ഒരു കാര്യവുമല്ല. മൂന്നാമതായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധം കൂടുതലുള്ളൊരു കാലഘട്ടമാണ്. പല കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കളിൽ നിന്ന് അകന്നിരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്.
അതിൻ്റെതായ ചില ആകുലതകൾ ആദ്യ ദിവസങ്ങളിലും ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളിലൊക്കെ 1-2 മാസങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ വൈകാതെ തന്നെ അവരൊക്കെ അത് തിരിച്ചറിയുകയും ആ രീതിയിൽ നിന്ന് മാറുകയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. MCB സഭയുടെ ഈ മൈനർ സെമിനാരിയിൽ പൊതുവെ ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. സാധാരണഗതിയിൽ വൈദിക പരിശീലനം എന്ന് പറയുന്നത് ഒരു 11 വർഷ കാലഘട്ടമാണ്. ആദ്യത്തെ 3 വർഷം മൈനർ സെമിനാരിയാണ്, തുടർന്ന് നോവിഷ്യറ്റ് കാലഘട്ടമാണ്. അതിനുശേഷം 3 വർഷം ഫിലോസഫി പഠനങ്ങൾ നടത്തും. 1 വർഷം പ്രായോഗിക പരിശീലനത്തിൻ്റെ റീജൻസി എന്നറിയപ്പെടും. തുടർന്നൊരു 3.5 വർഷത്തോളം ദൈവശാസ്ത്ര പഠനം. അങ്ങനെയാണ് MCB സഭയുടെ വൈദിക പരിശീലനത്തിൻ്റെ കാലഘട്ടങ്ങൾ. മൈനർ സെമിനാരി എന്ന് പറയുന്ന ഒരിടം പ്രത്യേകമായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള രൂപീകരണത്തിൻ്റെ ഒരു സമയമായിട്ട് കാണാം. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെയും പലതരത്തിലുള്ള വെല്ലുവിളികളിലൂടെയും ഒക്കെ കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒരു സമയമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒപ്പം അവർക്ക് +1 പഠനം കൂടി, ഭാഷാ പരിശീലനങ്ങൾ, അവർക്ക് വേണ്ട ചില സൈക്കോളജിക്കലായിട്ടുള്ള അസിസ്റ്റൻസുകൾ, മാനുഷികപരമായ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ, പലതരത്തിലുള്ള സ്കില്ലുകൾ, ഒരുപക്ഷെ അവർക്ക് മ്യൂസിക്കിലുള്ള അവരുടെ കഴിവുകൾ പരിശീലിക്കാൻ ഒക്കെയുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കാറുണ്ട്. നൊവിഷ്യേറ്റ് പ്രധാനമായിട്ടും ഒരു ആത്മീയ ജീവിതത്തിന് കുറേയും കൂടി ഒരു അടിത്തറ ഒരുക്കാനുള്ള ഒരു സമയമാണ്. കൂടുതൽ പ്രാർത്ഥനയിലേക്കും വ്യക്തിപരമായ കണ്ടെത്തലുകളിലേക്കും ഒരു വ്യക്തിപരമായ ആത്മീയ ഇന്നർ സൈലൻസിലേക്കുമൊക്കെ കുട്ടികൾ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ് നോവിഷ്യേറ്റ് എന്ന് പറയുന്നത്. ഫിലോസഫി പഠന കാലഘട്ടം അവരുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുറേയും കൂടി ശരിതെറ്റുകളെ ബോധ്യപ്പെടാനുള്ള ഒരു കാലഘട്ടത്തിൻ്റെ തത്വചിന്തകളെയൊക്കെ കുറെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ കുറേയും കൂടി കാര്യക്ഷമമായിട്ട് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ്. റീജൻസി എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എത്രമാത്രം അവർക്ക് പരിശീലിക്കാൻ പറ്റുമെന്ന് കണ്ടെത്താനും അതിലുപരി ഒരു സമൂഹ ജീവിതത്തിൽ അവർക്ക് എപ്രകാരം ഇടപെടാൻ പറ്റും, മറ്റുള്ളവരോട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിലൂടെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം കൂടിയാണ് അവിടെ നടക്കുക. ദൈവശാസ്ത്ര പഠന കാലഘട്ടം അത് ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടമാണ്. വൈദിക ജീവിതത്തിൻ്റെ ഒരു മൂല്യങ്ങളെ കൂടുതൽ അടുത്തറിയാൻ, പ്രത്യേകിച്ചും സഭാ പഠനങ്ങളെയും ദൈവശാസ്ത്ര മൂല്യങ്ങളെയും സുവിശേഷത്തിൻ്റെ ആഴമാർന്നുള്ള പഠനങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാലഘട്ടമാണത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 വർഷത്തിലൂടെ സഭ പരിശ്രമിക്കുന്ന ഒരു വലിയ കാര്യം വൈദികനാകുന്ന ഒരു കുഞ്ഞിനെ ഈശോയിലേക്ക് കുറേയും കൂടി അടുപ്പിക്കുക, അനുരൂപപ്പെടുത്തുക എന്നുള്ളൊരു ശ്രമമാണ്. അതിനെ വേണമെങ്കിൽ ഇപ്രകാരം പറയാം, കൺഫിഗറേഷൻ ടു ക്രൈസ്റ്റ് എന്ന് നമുക്ക് പറയാം. അതിനുള്ള ഒരു ശ്രമമാണ് വൈദിക പരിശീലനം. അതുകൊണ്ട് ഇതൊരു ജയിലറ പോലുള്ള ഒരു കാര്യമല്ല. അതിനപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന, ഒരു വ്യക്തിയെ ഒരുപാട് വളർത്തുന്ന, അവന് സമഗ്രമായിട്ടുള്ള വളർച്ച പ്രദാനം ചെയ്യുന്ന, അതിലുപരി കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവനെ സഹായിക്കുന്ന ഒരു സന്തോഷഭരിതമായ കൂട്ടായ്മയുടെയും പ്രാർത്ഥനയുടെയും ദൈവകൃപയുടെയും കാലഘട്ടമാണ്. അതുകൊണ്ട് അതൊരു സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് വിലയിരുത്താം. ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇത്രയും ഒരു നിഷ്ഠയുള്ള ചിട്ടയുള്ള പരിശീലനങ്ങൾ സെമിനാരിയിൽ നൽകുന്നതെന്ന് ചോദിക്കാറുണ്ട്. ചിലരെങ്കിലുമൊക്കെ ചിലപ്പോൾ അത്ഭുതത്തോടെ പറയാറുണ്ട്, 11.5 വർഷത്തെ പരിശീലനം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാലഘട്ടമല്ലേ? പ്രത്യേകിച്ചും ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണെന്ന് വേണേൽ പറയാം. എന്തിനാണ് അത്രയും നീണ്ട ഒരു കാലഘട്ടത്തെ പരിശീലനം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമുക്കറിയാം, ഒരാൾ വൈദികനാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ദൈവം അവരിലൂടെ വലിയ നിയോഗങ്ങൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു നിശ്ചിത സ്ഥലത്തേക്ക് മാത്രം ഒതുക്കപ്പെടുന്നവരുമല്ല. ഈ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും അയക്കപ്പെടേണ്ടവരാണ് അവർ. ആ ലോക സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പാകപ്പെടുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾക്ക് അവർക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, പൊതുവേ ചില വൈദികരെ പറ്റിയും ഒക്കെ വിമർശനപരമായി പറയാറുണ്ട്, അവർ മൊബൈൽ ഫോണിലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ലെവലിലാണ് അവർ പോകുന്നതെന്നൊക്കെ പറയാറുണ്ടല്ലോ. നമുക്കറിയാം, ഒരു വൈദികൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിസിപ്ലിൻ, ഒരു ആത്മനിഷ്ഠ രൂപപ്പെടുത്തിയ വ്യക്തി ആവണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വൈദിക പരിശീലനത്തിൻ്റെ ഈ കാലയളവ് മുഴുവനും പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് മാനുഷിക തലത്തിൽ ഒരു പരിശീലനം രൂപപ്പെടുത്തിയെടുക്കാൻ,
ഒരു നല്ല മനുഷ്യനായിട്ട് അവനെ രൂപപ്പെടുത്തിയെടുക്കാൻ, അതിലൂടെ ഒരു നല്ല പുരോഹിതനായിട്ട് രൂപപ്പെടുത്താൻ, ഒരു മനുഷ്യൻ വരുമ്പോൾ ആ മനുഷ്യനെ കേൾക്കുന്ന ഒരാളാവാൻ, ശാന്തതയോടെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാവാൻ, ഒപ്പം വ്യക്തിപരമായി വായിക്കാനും പഠിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും ഒക്കെ പറ്റുന്ന ഒരു വ്യക്തിയായി മാറേണ്ടതുണ്ട്. അത് എളുപ്പമല്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് ഇത്ര നീണ്ട പഠനങ്ങൾ അതിനകത്തുള്ളത്, പരിശീലനങ്ങളുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള തിരുത്തലുകൾ നൽകപ്പെടുന്നത്, വേണ്ട ഗൈഡൻസുകൾ, കൃത്യമായി പോകേണ്ട ഗൈഡൻസുകൾ അവർക്ക് നൽകും. നമ്മൾ ഒരു കാര്യം ഇതിനോട് ചേർത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ മാനുഷിക തലത്തിലുള്ള എല്ലാ സഹായങ്ങൾ കൊടുക്കുമ്പോഴും പരിശീലനങ്ങൾ നൽകുമ്പോഴും ഇതിൻ്റെ ഏറ്റവും കാതലായ കാര്യമെന്ന് പറയുന്നത് ദൈവകൃപയാണെന്ന് നമ്മൾ മറക്കരുത്. ഈശോയോടുള്ള സ്നേഹവും ദൈവത്തിൻ്റെ പ്രത്യേകമായ അഭിഷേകവുമാണ് ഒരു വ്യക്തിയെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവിളി ഒരു ഡിവൈൻ ഇനിഷ്യേറ്റീവ് ആണെന്ന് പറയാറുണ്ട്. വിളിച്ചവരെ ദൈവം വിശ്വസ്തയോടെ കാക്കുമെന്നുള്ളതാണ് ഓരോ വൈദികന്റെയും ഏറ്റവും വലിയ പ്രതീക്ഷയും അവരുടെ ജീവിതത്തിന്റെ സാഫല്യവും എന്ന് പറയുന്നത്.